ഹലോ അസ്സാം വലൈക്കും. ഇന്നിതാ വൈകുന്നേരങ്ങളിലൊക്കെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നമുക്ക് ക്യാരറ്റാണ് മെയിനായിട്ട് വേണ്ടത്. ക്യാരറ്റ് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഒരു 4 മീഡിയം സൈസ് വലിപ്പമുള്ള ക്യാരറ്റാണ് കേട്ടോ അത്. നമ്മുടെ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുന്നതിനനുസരിച്ച് സാധനത്തിൻ്റെ കട്ടിയും പിന്നെ ഇതൊക്കെ കൂടും കേട്ടോ. നമുക്ക് കഴിക്കാൻ കുറച്ചുകൂടി അധികം കിട്ടുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ 4 മീഡിയം സൈസ് ക്യാരറ്റ് ഉണ്ടായിരുന്നു. അതെടുത്ത് പുഴുങ്ങി വെള്ളമൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് അവിടെ ഗ്രേറ്റ് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു 3 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ ക്യാരറ്റിലേക്ക് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 മുട്ട വരെയൊക്കെ എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ 4 ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് മക്കൾ പറഞ്ഞപ്പോൾ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചപ്പോൾ ഉണ്ടാക്കിയൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ചളവിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ അത്. പിന്നെ അതൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് എൻ്റെ കയ്യിൽ കാഷ്യൂനട്ടും റൈസിൻസും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇനി കാഷ്യൂനട്ടും റൈസിൻസൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് സ്കിപ്പ് ചെയ്തിട്ട് ഈ നെയ്യിൽ കാഷ്യൂനട്ടും റൈസിൻസും വറുത്തെടുത്തിട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുത്തിട്ട് ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാനാണ് അത് മാറ്റി വെച്ചത്. പകരം കാഷ്യൂനട്ടും റൈസിൻസും എടുക്കാവുന്നതാണ്. പിന്നെ ഇതാ നമ്മളിത് സ്മൂത്ത് ആയി ബ്ലെൻഡ് ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ ഒരു ബാറ്റർ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം ഞാനൊരു കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താക്കുക, ഇത് ഈ ബാറ്റർ പാത്രത്തിലോട്ട് മാറ്റുന്നതിൻ്റെ മുന്നേ ഒന്നും കൂടെ നമ്മൾ എന്താക്കുക, ഒരു 2 ടീസ്പൂൺ പാൽപ്പൊടി, ഞാനിപ്പോൾ 10 രൂപേൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്, അത് ഇതിലോട്ട് ഇട്ടിട്ട് ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വേണം അത് ഒഴിക്കാനായിട്ട്. ഞാൻ ഒഴിച്ചതിൻ്റെ ശേഷമാണ് ഞാനത് ഓർക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഇതിന്ന് കുറച്ചുകൂടി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂണാണ് കേട്ടോ മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1.5 ടീസ്പൂൺ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടി പോകരുത്. ഇനി മൈദ ചേർത്തില്ലതിന് പകരം വീണ്ടും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കണം, കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. കൂടുതൽ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിചാരിച്ച ടെക്സ്ചറും ഫ്ലഫിയൊന്നും ആയിട്ട് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇതാക്കിയെടുക്കാൻ. ജസ്റ്റ് പാൽപ്പൊടി ഇട്ടിട്ട് ഒറ്റ കറക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാൻ വിട്ടുപോയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ നേരത്തെ ക്യാരറ്റ് വഴറ്റിയെടുത്ത ആ ഒരു പാനിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായിരുന്നു 6 പീസ് എടുക്കാനായിട്ട്. നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വലുത് ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ പാത്രത്തിൻ്റെ സൈസും ഒക്കെ മാറ്റിയെടുക്കേണ്ടി വരും. അപ്പോൾ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് വരെ ആദ്യം കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ടോട്ടൽ കുക്കായി വരാൻ ഒരു 10-15 മിനിറ്റോളം സമയം എടുക്കും കേട്ടോ. കാരണം ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. മക്കളതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 6-7 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് അതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ച ക്യാരറ്റ് ഇതങ്ങനെ മേളിലിട്ട് കൊടുക്കാം കേട്ടോ. ഇത് ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് താഴ്ന്നു പോകും കേട്ടോ. ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇങ്ങനെ പോവും, മേളിൽ ഇങ്ങനെ നിൽക്കില്ല. പക്ഷേ ഇത് വെന്ത് വന്നപ്പോൾ ഈ ഒരു ഗാർണിഷൊന്നും കാണാനില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കാഷ്യൂനട്ടും റൈസിൻസൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഒന്നുകൂടി ഭംഗിയായിട്ട് തോന്നും. പക്ഷേ കഴിക്കുന്ന ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരുപോലെയാണ് കേട്ടോ. പിന്നെ അത് ഞാനൊരു 10-12 മിനിറ്റ് ആയപ്പോൾ തുറന്ന് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ക്യാമറ ഓഫായിരുന്നു കേട്ടോ, ആ വീഡിയോ ക്ലിപ്പ് കിട്ടിയില്ല. എന്തായാലും ഒരു പ്ലേറ്റിലോട്ട് മാറ്റി തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗം കൂടെ കുക്കായപ്പോൾ അത് അതുപോലെ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറൊരു പ്ലേറ്റിലോട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് കുംസെന്നോ ക്യാരറ്റ് പോളാന്നോ എന്താതിന് വെച്ചാൽ എന്ത് പേരും ഇട്ട് വിളിക്കാം കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. തീർച്ചയായിട്ടും നമുക്ക് എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടോ, ഇത് ഇത്രയും കട്ടിയിലും കനത്തിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ
അപ്പോൾ കുറച്ചുകൂടെ സാധനം ഉണ്ടെങ്കിൽ നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമല്ലേ?